വെൽക്കം ബാക്ക് ടു സുധീസ് Cookhouse. ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല വിട്ടുവിട്ട് നിൽക്കുന്ന ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നമ്മൾ ചെയ്യുന്നത് വാഴയിലയിലാണ്. സാധാരണ എല്ലാവരും ഇഡലിത്തട്ടിലായിരിക്കും ചെയ്തെടുക്കുന്നത്. അതിന് പകരമായിട്ട് വാഴയിലയിൽ ഒറ്റ അപ്പമായിട്ട് ചുറ്റിയെടുത്തിട്ടാണ് നമ്മൾ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇടിയപ്പത്തിന് എടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. നല്ലതായിട്ട് പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, നമുക്ക് അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ ഒരു കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കപ്പാണോ ആ കപ്പിന് അളവെടുക്കുക. ഏത് കപ്പിനാണോ നമ്മൾ അരിപ്പൊടി അളക്കുന്നത് ആ കപ്പിന് 2 കപ്പ് വെള്ളം നമ്മൾ നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുക. വെള്ളം നല്ലതായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. തീ തീരെ കുറച്ച് വെച്ചതിന് ശേഷം അരിപ്പൊടി ചേർത്ത് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. തീ ഒരിക്കലും കൂട്ടി വയ്ക്കാൻ പാടില്ല. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് അടുക്കി പിടിച്ചിട്ട് നമ്മൾക്ക് കരിഞ്ഞ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അപ്പത്തിന് കിട്ടുന്നത്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മാവ് ഒന്ന് തണുത്ത് നമുക്ക് കൈയിട്ടൊന്ന് കുഴയ്ക്കാൻ പറ്റുന്ന പാകത്തിലാകുമ്പോഴത്തേക്ക് ഒന്നും കൂടെ നമ്മളൊന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ 2 കീറല എടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് തീയിൽ വാട്ടിയെടുക്കുക. ഇനി ഇതുപോലെ ചെറിയ അച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത് സേവനാഴിയിൽ. നിങ്ങൾക്ക് ഇതിലും ചെറുതായിട്ടുള്ള അച്ചുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ഈ അച്ചിട്ടതിന് ശേഷം നമ്മൾ മാവ് നിറച്ചിട്ട് ചുറ്റിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. മാവ് ചുറ്റിക്കുന്നതിന് മുമ്പ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങയുടെ അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 2 ഇലയിലും നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി മാവ് നമ്മൾ റൗണ്ടിൽ ചുറ്റിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. നമ്മൾ നല്ലതായിട്ട് കുഴച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് സേവനാഴി ചുറ്റിക്കാനായിട്ട് പറ്റും. ഇനി ചെറിയ ചൂടോടുകൂടെ തന്നെ ചുറ്റിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പം കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ അടുത്ത ഇലയും ചുറ്റിച്ച് തന്നെ എടുക്കുക. ഇഡലി പാത്രത്തിൽ വെള്ളം നല്ലതായിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ഇഡലിത്തട്ട് വെച്ചിട്ട് നമ്മൾ ചുറ്റിച്ച ഓരോ ഇലകളായിട്ട് നമ്മൾ അതിലേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം ഒരേ സമയത്ത് വെക്കാൻ പറ്റും. ഞാനിപ്പോൾ ആദ്യത്തേതും വെച്ചതിന് ശേഷം രണ്ടാമത്തേതും കൂടെ വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇടിയപ്പത്തിൻ്റെ മാവ് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് തന്നെ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്നത് കൊണ്ട് ഒരു പകുതി വെന്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഇടിയപ്പം വീണ്ടും ആവിയിൽ വേവിക്കുമ്പോഴത്തേക്ക് മൂടി അടച്ചൊരു 2-3 മിനിറ്റ് നേരം നമ്മൾ വെച്ചിരുന്നാൽ മതി. അതിനുള്ളിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. ഒരു 2-3 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നതിന് മുന്നേ നമ്മൾ കയ്യിലെടുത്തിട്ട് നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് ഇല ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതിനെ പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മാത്രം മതി. ഈ ഇല തന്നെ നമുക്ക് വീണ്ടും വീണ്ടും അപ്പം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത നല്ല വിട്ടുവിട്ട് നിൽക്കുന്ന ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഈ ഒരു രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കടലക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ നല്ല ഗ്രീൻ പീസ് കറിയുടെ കൂടെയോ ഒക്കെ ഇടിയപ്പം കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.